പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. സർക്കാർ പ്രതിനിധിയായാണ് എത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ വി.എം. സുധീരനും വി.ഡി. സതീശനും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. കൊലപാതകത്തിന് ശേഷം ആദ്യമായാണ് ഒരു സർക്കാർ പ്രതിനിധി പെരിയയിലെത്തുന്നത്. മുൻകൂട്ടി അറിയിക്കാതെയായിരുന്നു റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ സന്ദർശനം. രാവിലെ 9:30 മന്ത്രി കൃപേഷിന്റെ വീട്ടിലെത്തി. തുടർന്ന് ശരത്ലാലിന്റെ വീടും സന്ദർശിച്ചു. മന്ത്രിക്ക് മുന്നിൽ കുടുംബാംഗങ്ങൾ പൊട്ടിക്കരഞ്ഞു. നീതിപൂർവമായ അന്വേഷണം വേണമെന്ന് ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. സർക്കാർ പ്രതിനിധിയായാണ് എത്തിയതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. സാധാരണത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു വലിയ ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ അതിനുശേഷം ആദ്യമായി ഇവിടെ ജില്ലയിൽ എത്തുകയാണ്. അപ്പോൾ ഈ വീടുകളിൽ സന്ദർശിക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. KPCC മുൻ പ്രസിഡന്റ് വി.എം. സുധീരനും MLA വി.ഡി. സതീശനും കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലെത്തി. കേസിൽ CBI അന്വേഷണം വേണമെന്ന് സുധീരൻ പറഞ്ഞു. ഇതിൻ്റെ പുറകിലെ ബന്ധപ്പെട്ട ഉന്നതരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധ്യമാകില്ല. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ കേസ് CBIക്ക് വിടുക എന്നത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ജനരോഷം മറികടക്കാനാണ് റവന്യൂ മന്ത്രി പെരിയയിലെത്തിയത് എന്നും സുധീരൻ കുറ്റപ്പെടുത്തി. മീഡിയ 1 കാസർഗോഡ്.